കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ ഏക ലോക്സഭാംഗം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരിക്കുന്ന സുരേഷ് ഗോപിയാണ്. ഈ സുരേഷ് ഗോപിയെക്കുറിച്ച് വലിയ വിമർശനം എതിരാളികൾ ഉന്നയിക്കുമ്പോഴും നടക്കുന്ന ഓരോ സംഭവങ്ങളും തെളിയിക്കുന്നത് തൃശ്ശൂരുകാർക്ക് തെറ്റിയില്ല. അവർ ഏറ്റവും ഉചിതനായ ഒരു ആളെ തന്നെയാണ് തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് വിട്ടത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ പോലും ലഭിക്കുന്ന അറിവ്. ഇപ്പോഴിതാ കുവൈറ്റിൽ വീട്ടുതടങ്കലിലായ ഒരു മലയാളി യുവതിയെ രക്ഷിക്കാൻ സുരേഷ് ഗോപി വേണ്ടി വന്നു എന്നാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇത് പുതിയ വാർത്തയല്ല. കാരണം എല്ലാ ദിവസങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികളുടെ വാർത്തകൾ നിരന്തരം വരികയാണല്ലോ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് അടുത്തേക്ക് ഒരു സഹായവുമായി പോയാൽ അത് ഒരു ചോദിച്ചു പോകുന്നവരെ നിരാശപ്പെടുത്തല്ലോ. എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഒരു 70-80% കാര്യങ്ങളും അദ്ദേഹം നേടിക്കൊടുക്കും. എല്ലാ കാര്യവും എല്ലാ മനുഷ്യനും നേടിക്കൊടുക്കാൻ കഴിയില്ല. എന്നാലും മറ്റുള്ള അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുമെന്ന് തീർച്ചയാണ്. മറ്റുള്ള രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ച് വലിയ രീതിയിൽ അദ്ദേഹം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ചില ഗ്രൂപ്പുകളും അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്നതാണ് പതിവായിരിക്കുന്നത്. ഇദ്ദേഹം സഹായം ചെയ്യുന്നത് നാം എന്നും കേൾക്കുന്നുണ്ട്, ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് നാം കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം നാം കണ്ടത് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടൻ ഉൾപ്പെടെ പറയുകയാണ് തൃശ്ശൂർകാർക്ക് തെറ്റുപറ്റി. പിന്നീട് ജോൺ ബ്രിട്ടാസ് ലോക്സഭയിൽ എത്തി പറയുകയാണ്, പാർലമെന്റിൽ എത്തി പറയുകയാണ് ഈ തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി അടുത്തവണ തിരുത്തുമെന്ന്. ഇദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ എന്ന് ആദ്യം അദ്ദേഹം നോക്കുക. അതെ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിവില്ലാത്ത ആളാണ് സുരേഷ് ഗോപി. ജനങ്ങൾ ജയിപ്പിച്ച സുരേഷ് ഗോപി അതും ചരിത്ര വിജയമാണല്ലോ. എല്ലാ തവണയും ഈ മരുമകനും പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ നിരന്തരം പറയുകയാണല്ലോ, കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു എന്ന് പറയുമ്പോൾ വലിയ അക്കൗണ്ട് തുറന്ന് അദ്ദേഹം ഈ പാർലമെന്റിൽ എത്തുമ്പോഴാണ് അവിടെ വെച്ചാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നതെന്ന് വലിയ തമാശയാണ്. കാരണം നിയമസഭാ മണ്ഡലം പൂട്ടിക്കുമ്പോൾ ലോക്സഭയിലേക്കാണ് പോകുന്നത്. MLA-ക്കാൾ കുറവല്ലല്ലോ MP. പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ MLA മുകളിലാണ് MP. ആ രീതിയിൽ അദ്ദേഹം എന്തായാലും ആ രീതിയിൽ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ നിരന്തരം സമീപിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒറ്റക്കൊമ്പൻ സിനിമയുമായി ബന്ധപ്പെട്ട് പാലയിൽ ഷൂട്ടിങ്ങിലാണ്. ആ ഷൂട്ടിങ്ങിനിടയിലാണ് ഈ കാര്യം അറിയുന്നത്. ഇക്കാര്യം എന്ന് പറയുന്നത് കുവൈറ്റിൽ ജോലിക്ക് പോയ ഒരു സ്വദേശി, ഒരു ജാസ്പിൻ എന്ന വ്യക്തിയാണ്. അതെ, തൃശ്ശൂരല്ല, അദ്ദേഹം ഇടുക്കി സ്വദേശിയാണ്. രാമക്കൽ മേട്. അവിടെ നിന്നാണ് ഈ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നമുക്കറിയാമല്ലോ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് കരുതി ഒരു ഏജന്റ് മുഖേന പൈസ നൽകി ഈ കുവൈറ്റിലെത്തുകയും 40 പേരുണ്ടായിരുന്നു. അതിൽ പക്ഷേ ഏജന്റുമാർ മുൻകാലങ്ങളിൽ നാം കേട്ടിട്ടുള്ള കഥ പോലെ തന്നെ ഏജന്റ് ചതിക്കുകയും പിന്നീട് ഒരു അറബിയുടെ കയ്യിൽ ഈ സ്ത്രീ അകപ്പെടുകയും ആ അറബി ഈ സ്ത്രീയെ, ഈ ജാസ്മിനെ വീട്ടുതടങ്കലിലാക്കുകയാണ് ചെയ്തത്. വീട്ടുതടങ്കലിൽ 3 മാസത്തിലധികം ഭക്ഷണവുമില്ല, വെള്ളവുമില്ല, ഇദ്ദേഹത്തിന്റെ മർദ്ദനവും. ആ രീതിയിൽ വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ഈ ഫോൺ ഉപയോഗിക്കാനോ അതോടൊപ്പം തന്നെ മറ്റു ഒരു നാട്ടിൽ ബന്ധപ്പെടാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സ്ത്രീ എങ്ങനെയോ ഈ ഫോൺ ഒപ്പിച്ച് സുഹൃത്തിനെ അറിയിക്കുന്നത്. ആ സുഹൃത്താണ് ഈ കോട്ടയത്തുള്ള ഒരു പൊതുപ്രവർത്തകനെ വിവരം അറിയിക്കുകയാണ്. പൊതുപ്രവർത്തന കോട്ടയത്ത് വിവരം അറിയിക്കുമ്പോഴാണ് ഈ ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹമുണ്ട്. പാലയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഷൂട്ടിംഗ് നടക്കുന്നത്. ആ സ്ഥലത്തെത്തി ഈ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം കുവൈറ്റ് എംബസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. അത് ഇതൊരു സിനിമാ കഥയല്ല, നടന്ന കാര്യമാണ്. അദ്ദേഹം സിനിമയിൽ വെല്ലുന്ന സംഭവമാണ്. കാരണം ഇത് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല നായകൻ, ഇപ്പോൾ ജീവിതത്തിലും രാഷ്ട്രീയമായ നായകനാണ്. ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ തൃശ്ശൂർ എടുക്കും, എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ട്രോളായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നിരന്തരം വിമർശിക്കാനായി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടി അറയ്ക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതല്ല ഏതാണ് നാം സിനിമയിലെല്ലാം കണ്ടിട്ടുള്ളതാണ്. കാരണം ഒരു സ്ഥലം അല്ലെ, ഒരു സ്ഥലം പിടിക്കുമെന്ന് പറയുമ്പോൾ അത് എന്റെ സാമ്രാജ്യമാക്കുമെന്ന് നായകൻ പറയുമ്പോൾ അത് നടപ്പിലാക്കുന്ന സിനിമയിൽ കണ്ടിട്ടുള്ള കഥയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമർശകരും പറയുന്നത്. അദ്ദേഹം ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, ഇപ്പോഴും അത് സിനിമാ ലോകത്തിൽ നിൽക്കുകയാണ്, ഒരു നായക പരിവേഷമാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് അത് ഇഷ്ടമാണ്.
ജനങ്ങൾക്ക് അത് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു MPയെ ലഭിക്കുന്നത്. ഒരു MPയെ ലഭിക്കുമ്പോഴും അതൊരു ചെറിയ സംഖ്യയല്ല. ഇപ്പോൾ അടൂർ പ്രകാശ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ജയിച്ചിരിക്കുന്നത് 1000-ലധികം വോട്ടിനാണ്. ശശി തരൂർ ജയിച്ചിരിക്കുന്നത് 10,000-ന് മുകളിൽ വോട്ടിലാണ്. ആകെയുള്ള കനൽ ഒരു തരിയല്ലേ, ആ കനൽ ഒരു തരി ജയിച്ചിരിക്കുന്നത് എത്ര വോട്ടിനാണ്? അങ്ങനെ നോക്കുമ്പോൾ അതെ, ആലത്തൂരിൽ കനൽ ചെറിയ വോട്ടിനാണ്. ആ രീതി കണക്ക് നോക്കുമ്പോൾ വലിയൊരു ഭൂരിപക്ഷമാണ് ഇദ്ദേഹം. NK പ്രേമേന്ദ്രന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എറണാകുളത്ത് ഹൈബി ഈഡന്റെയോ ഒക്കെ അതിനെ വെല്ലുന്ന അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ഒരു വിജയമാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടന്നത്. കേരളത്തിലെ വലിയ രീതിയിൽ ഒരു ന്യൂനപക്ഷവും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാവരും ഒറ്റക്കെട്ടായാണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കേസ് കൊടുക്കുന്നു, ഒരു സ്ത്രീയെ മുൻനിർത്തി. അതോടൊപ്പം തന്നെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വന്ന് കാലിൽ വീഴുമ്പോൾ അതിനെ എതിർക്കാൻ ഒരു പരിധിയില്ലേ, എല്ലാവരെയും പിടിച്ചു മാറ്റാൻ കഴിയുമോ? അങ്ങനെ അത് വലിയ രീതിയിൽ വിവാദം. പിന്നീട് ഇദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ വിവാദം. അങ്ങനെ ഏറ്റവും അവസാനം മണിപ്പൂർ വിഷയം വരുമ്പോൾ അതും മറുപടി പറയേണ്ടത് സുരേഷ് ഗോപിയാണ്. അങ്ങ് മണിപ്പൂരിൽ നടക്കുന്നത്, തൃശ്ശൂരിൽ മത്സരിക്കുന്നത് സുരേഷ് ഗോപി അതിന് മറുപടി പറയണം. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബപരമായ കാര്യവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ സന്ദർശനം നടത്തിയപ്പോൾ ആ കിരീടം, മാതാവിന് നൽകിയ കിരീടം വലിയ വിവാദം. അതെന്ത് സ്വർണമാണോ ചെമ്പാണോ അതെന്തിനാണ് അറിയുന്നത് അല്ലേ? നാം ഒരു ക്ഷേത്രം സന്ദർശിക്കുകയോ ഒരു പള്ളി സന്ദർശിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഭക്തൻ കൊടുക്കുന്ന ഒരു തുളസീദളം പോലും ഒരു വലിയ കാണിക്കയാണ്. കാരണം ഇപ്പോൾ കോടികൾ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് ആ കോടികൾ നൽകണമെന്നുണ്ടോ? അല്ലെ, ചിലർ 1 രൂപ കൊടുക്കും, ചിലർ കോടികൾ കൊടുക്കും. അതെല്ലാം സ്വന്തം താല്പര്യമാണ്. ശബരിമലയില് സ്വർണം പൂശി കൊടുത്തു, ആ രീതിയാണ്. അതെല്ലാം സ്വന്തം ഇഷ്ടമാണ്. പക്ഷെ ഈ കണ്ടുകൊണ്ട് നിന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും ചില മാധ്യമങ്ങൾക്കുമാണ് അത് സ്വർണമാണ്, എത്ര കിലോ അറിയണം, ചൊറിച്ചിൽ തുടങ്ങി. അതെ, ചൊറിച്ചിൽ കഴിഞ്ഞ് മാതാവ് ഇവരോട് നേരിട്ടെത്തി ഇങ്ങനെ ചോദിച്ചിട്ട് അതെ, വേണമെങ്കിൽ അങ്ങനെയും പറയും. മാധ്യമങ്ങൾ അങ്ങനെ സുരേഷ് ഗോപി പരാജയപ്പെടുത്താൻ വേണമെങ്കിൽ മീഡിയ ഒരു ചർച്ചയ്ക്ക് തന്നെ വരും. ദാവൂദിന്റെ നേതൃത്വത്തിൽ മാതാവ് വിളിച്ച് പരാതി പറഞ്ഞു, തന്നത് സ്വർണമല്ല ചെമ്പാണ്, തട്ടിപ്പാണ് എന്ന് ഞങ്ങളോട് പരാതി പറഞ്ഞു എന്ന് വെറ്റകൾ പറയും വേണമെങ്കിൽ. അത് സുരേഷ് ഗോപി ആ സമയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകാരം ഞാൻ അവിടെ സന്ദർശിക്കുന്നു. ഞാൻ ഒരു മാധ്യമങ്ങളെ വിളിച്ചിട്ടില്ല, നിങ്ങളാണ് അവിടെ എത്തുന്നത്, നിങ്ങളത് വിവാദമാക്കിക്കൊള്ളൂ. എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളെ അറിയാമെന്ന് കൃത്യമായി തന്നെ ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ആ മേഖലയിലെല്ലാം വലിയ അത് രാഷ്ട്രീയപരമായി തന്നെ ആ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ആ മേഖലയിലെല്ലാം വലിയ രീതിയിൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യനും വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ 75,000 വോട്ടിലേക്കൊന്നും അദ്ദേഹം എത്താൻ കഴിയില്ല. ഗുരുവായൂരൊഴിച്ച് ബാക്കി എല്ലാ മണ്ഡലത്തിലും അദ്ദേഹം ഒന്നാമതാണ്, ഗുരുവായൂരിൽ രണ്ടാമത്. ഗുരുവായൂരും അത് ചെറിയൊരു സംഖ്യക്ക് 2,000-3,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം പിന്നോട്ട് പോകുന്നത്. അത് ചെറിയൊരു സംഖ്യയാണ്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഗുരുവായൂരിലും കൂടെ അദ്ദേഹം ലീഡ് ചെയ്തിരുന്നെങ്കിൽ ഈ 75,000 3/4 ലക്ഷം എന്നുള്ളത് 1 ലക്ഷത്തിലേക്ക് ഉയർന്നേ. ആ രീതിയിൽ തന്നെയാണ് തൃശ്ശൂർ ജനതയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല. അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാത്രമല്ല നോക്കിക്കാണുന്നത്, അദ്ദേഹം മുഴുവൻ കേരളത്തിലെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നു. അവസാനം നാം കണ്ടതാണ് ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ഓടിയെത്തുന്നു. പിന്നീട് ഏറ്റവും അവസാനം മറ്റൊരു തിരുവനന്തപുരത്തെ ഒരു പ്രശ്നമായിരുന്നു, 2 സ്ത്രീകളെ ജപ്തി നോട്ടീസുമായി ബന്ധപ്പെട്ട് വായ്പയുമായി ബന്ധപ്പെട്ട് അവരെ ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രി തന്നെ ബാങ്ക് ഇടപെട്ട് ഇറക്കി വിടുമ്പോൾ 4 ലക്ഷത്തിലധികം രൂപ അന്ന് തന്നെ അദ്ദേഹം ധനസഹായം നൽകി. പിറ്റേ ദിവസം ബാങ്ക് തുറക്കുമ്പോൾ ആ പൈസ അവിടെ എത്തുകയാണ്. ആ രീതിയിലേക്ക് കൃത്യമായി ഇടപെടാൻ തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയ വോട്ട് കൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമാണ് ഇപ്പോൾ പ്രയോജനം ലഭിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മലയാളി പെൺകുട്ടി അറബിയുടെ വീട്ടുതടങ്കലിൽ ഇരുന്ന ആ മലയാളി പെൺകുട്ടിയെ സുരേഷ് ഗോപി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.